കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് കീം എൻട്രൻസ് പരീക്ഷ എഴുതി പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഓപ്ഷനുകൾ നൽകാനുള്ള പ്രവേശനത്തിനായിട്ടുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കുമുള്ള ഓപ്ഷൻ നൽകാനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് വിവിധ കോളേജുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓപ്ഷനുകൾ എങ്ങനെ നൽകാമെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള വീഡിയോ നേരത്തെ തന്നെ ചെയ്തതാണ്. ഇത് ഇപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ഓപ്ഷനുകൾ നൽകേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതായത് ce.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെ നമുക്ക് ജൂലൈ 16-ാം തീയതി 11 മണി രാവിലെ 11 മണിക്കുള്ളിൽ നമുക്ക് ഓപ്ഷനുകൾ നൽകാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പ്രത്യേകം ഓർമ്മിക്കുക, ഈ ഓപ്ഷനുകൾ പ്രവേശനത്തിനായിട്ട് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കീം എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് പേര് വന്നിട്ടുള്ള കുട്ടികൾക്ക്, പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഓപ്ഷൻ നൽകിയാൽ മാത്രമേ നിങ്ങളുടെ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഓപ്ഷൻ നൽകാത്ത കുട്ടികളെ പ്രവേശനത്തിന് പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. റാങ്ക് കുറച്ച് പുറകിലോട്ടുള്ള കുട്ടികൾ പരമാവധി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പുതുതായിട്ട് പറയാം. നമുക്ക് ഒന്നുകൂടി സൈറ്റ് ഓർമ്മിപ്പിക്കുന്നു. ce.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ ജൂലൈ 16-ാം തീയതി 11 മണി വരെ നമുക്ക് ഓപ്ഷനുകൾ നൽകാം. ഓപ്ഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ കാലത്തിനനുസരിച്ചുള്ള സാധ്യതകളൊക്കെ വച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകം 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന 4 വർഷത്തിന് ശേഷം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ള മേഖലകളെക്കുറിച്ച് ചെറിയൊരു അറിവ് കൂടി നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഓപ്ഷൻ നൽകുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ പരമാവധി ഓപ്ഷനുകൾ നൽകുന്നത് മൂലം നിങ്ങൾക്ക് പിന്നീട് ഈ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഈ ഓപ്ഷൻ നൽകുന്ന സമയത്ത് അതിൻ്റെ ഫീസ്, ഓപ്ഷൻ്റെ നൽകുമ്പോഴുള്ള ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ഫീസ് പിന്നീട് നിങ്ങളുടെ കോളേജിൻ്റെ പ്രവേശനത്തിനുള്ള ഫീസിൽ നിന്ന് അതിൻ്റെ ഈ എമൗണ്ട് കുറവ് വരുന്നതായിരിക്കും. കാര്യങ്ങളൊക്കെ സൈറ്റിനകത്ത് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാലും ഓപ്ഷനുകൾ നൽകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിരുചിയും കഴിവും പുതിയ കാലത്തിൻ്റെ സാധ്യതകളും ഇനി വരാനിരിക്കുന്ന തൊഴിലവസരങ്ങളുടെ ഒരു പ്രസക്തിയും ഒക്കെ നോക്കിയിട്ട് വേണം പരമാവധി ഓപ്ഷനുകൾ നൽകാൻ വേണ്ടിയിട്ട്. റാങ്ക് പിറകിലോട്ടുള്ള കുട്ടികൾ കുറച്ചും കൂടി ഓപ്ഷനുകൾ നൽകി, വ്യത്യസ്തങ്ങളായ ഓപ്ഷനുകൾ നൽകി പോകുന്നതായിരിക്കും നല്ലത്. ഏതാണ്ട് 12ഓളം ഗവൺമെൻറ് കോളേജുകളിലേക്കും ഒപ്പം തന്നെ 25ഓളം സർക്കാർ നിയന്ത്രിത കോളേജുകളിലേക്കും 123ഓളം സ്വാശ്രയ കോളേജുകളിലേക്കുമാണ് ഏതാണ്ട് 52ഓളം ബ്രാഞ്ചുകളിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ട് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒപ്പം തന്നെ സൈറ്റിനകത്ത് ce.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഓരോ കാറ്റഗറിയിലും ലഭിച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്തായിരിക്കുമെന്നുള്ളത് കൂടി നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഏകദേശം ഏത് കോഴ്സാണ് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളത്. ഗവൺമെൻറ് കോളേജുകളിൽ ആദ്യം ഓപ്ഷനുകൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വളരെ ചെറിയ ഫീസിനകത്ത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ കോതമംഗലം പോലെയുള്ള TKM കൊല്ലം പോലെയുള്ള, അതേപോലെ തന്നെ കോട്ടയം, കണ്ണൂർ, അതേപോലെ തന്നെ പാലക്കാട് പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഞാൻ ചില പേരുകൾ പറഞ്ഞു എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ സാധ്യതകളും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുമുള്ള കോളേജുകൾ കൂടി തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകുമ്പോൾ നിങ്ങളുടെ സാധ്യതകൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അതുകൊണ്ട് നന്നായി ആലോചിച്ചതിന് ശേഷമാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. പുതിയ ഓപ്ഷനുകൾ പിന്നീട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല പ്രിപ്പറേഷനോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി വേണം ഓപ്ഷനുകൾ നൽകാൻ എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്രവേശനത്തിൻ്റെ നോക്കാൻ കൂടി സാധിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഫാർമസി കോഴ്സുകളും കീമിൽ നിന്നാണ് പ്രവേശനം നടക്കുക. അതിൻ്റെ കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഒപ്പം തന്നെ ഈ പുതിയ ഓപ്ഷനുകൾ നൽകുന്നത് 16-ാം തീയതി
രാവിലെ 11 മണി വരെയാണ് സമയം. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ തയ്യാറെടുപ്പ് നടത്തി ഓപ്ഷനുകൾ, കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഓപ്ഷനുകൾ നൽകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓപ്ഷനുകളും കോളേജുകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കീം പ്രവേശനത്തിന്, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ.